രാജ്യം മുഴുവനും ഒരു ഭീകരാക്രമണത്തിന്റെ പേരിൽ പകച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ തീരാനമ്പരമായി മാറിയ വിനയ് നർവാളും ഹിമാൻഷിയും മലയാളിയായ രാമചന്ദ്രനും അടക്കം ഏകദേശം 30ഓളം ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വലിയ ഒരു ആശ്വാസമായിട്ടാണ് ഈ ഒരു വാർത്തയെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അല്ല അവരെ രക്ഷിക്കട്ടെ. സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ ഇപ്പോഴും വർഗീയമായിട്ട് തല്ലുകൂടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ തകർക്കാൻ മറ്റു ഒരു ശക്തിക്കും സാധിക്കില്ല. അതിന് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന പാകിസ്ഥാന്റെ തന്ത്രമാണ് അവരിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ ദയവ് ചെയ്ത് നമ്മൾ ആരും വീണു കൊടുക്കരുതെന്നാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ കണ്ടു, ഈ ഒരു അക്രമം നടന്ന സമയത്ത് ആദ്യം വെടിയുതിർത്തത് മതം ചോദിച്ചാണ് വെടിയുതിർക്കുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ ഇതാണെന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഓരോ ഇന്ത്യക്കാരനും കാണിക്കണമെന്നാണ് പറയാനുള്ളത്. ആ പൂണിവാലയായിട്ടുള്ള ആ സഹോദരൻ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന സഹോദരൻ ഇത് എതിർക്കുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ട ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു അക്രമം നടന്ന സമയത്ത് ഇത് വർഗീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ഒരു ഉദ്ദേശത്തിന്റെ കെണിയിൽ അകപ്പെടാതെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ സമയത്ത് എല്ലാ വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ത്യക്കാരായി നിൽക്കുക. രാജ്യം ഇതാ പണി തുടങ്ങി കഴിഞ്ഞു. 60 വർഷത്തോളമായി പാരമ്പര്യമുള്ള സിന്ധു നദീജല കരാർ ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അട്ടാരി ടണൽ അടച്ചിരിക്കുന്നു. നിലവിലുള്ള പാക് പൗരന്മാരോട് എല്ലാവരോടും തിരിച്ചു പോകാൻ പറഞ്ഞിരിക്കുന്നു. ഇനി ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. ഓരോ ഘട്ടത്തിലായി രാജ്യം ഇതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം മറന്ന് ഒരേ മനസ്സോടെ ഈ ഒരു മൂവർണ്ണക്കൊടിക്ക് കീഴിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് രാജ്യത്തിന്റെ കൂടെ നിൽക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുള്ളതും ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് ഭ്രാന്തായ അവരുടെ സൈനിക മേധാവി അസീം മുനീറിനുള്ളതും ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയ അവരുടെ കസൂരിക്കുള്ളതും എണ്ണം പറഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയ്ക്ക് എണ്ണം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സൈനിക ഭടന്മാർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ആ സമയത്തിനാണ് ഞാനടക്കമുള്ള ഓരോ ഇന്ത്യക്കാരനും കാത്തിരിക്കുന്നത്. ആ ഒരു സമയത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം. തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആരും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാതെ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് വർഗീയമായി തമ്മിൽ തല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇന്ത്യക്കാരെ ജനങ്ങളുണ്ടല്ലോ, അവരെ നമ്മൾ ചേർത്ത് പിടിക്കാനാണ്. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന, പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ്. ഏതാണ് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.